ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണോ? എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കണമെന്ന് വിശ്വസിക്കണം കേട്ടോ. അപ്പൊ നല്ല കനത്ത മഴയാണ് കേട്ടോ. തോട്ടിലൊക്കെ രാവിലെ നല്ല വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കുറഞ്ഞതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഇതാ രാവിലെ ചായയുടെയൊക്കെ കഴിഞ്ഞു. അമ്മ ഇതാ കുറച്ച് ബീൻസിന്റെ ഉണ്ടായിരുന്നു കേട്ടോ. അത് നുറുക്കാണ് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എന്തായാലും ഇനിയിപ്പോ മഴയല്ലേ, പുറത്തിറങ്ങി നമുക്ക് എന്തായാലും ഇന്നൊരു ജോലിയൊന്നും നടക്കില്ല. കനത്ത മഴ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ, നമുക്ക് എന്തെങ്കിലും ഒരു ജോലി എടുക്കാൻ ഇപ്പൊ നമുക്ക് പുറത്തൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ട് തന്നെ, സാധാരണക്കാർക്ക് കേട്ടോ. അപ്പം അല്ലെങ്കിൽ അലക്കാനോ അല്ലെങ്കിൽ തുണി തോരയിടാനോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ജോലികൾക്കൊന്നും പറ്റില്ല. പിന്നെ സാധാരണക്കാർക്ക് വല്ല ജോലിക്ക് പോകാനോ ഒന്നിനും പറ്റില്ല, ഒക്കെ മുടക്കാണല്ലോ. അപ്പൊ അങ്ങനെ എന്തായാലും ഞാനിനി ഉപ്പേരിയൊക്കെ വെക്കാൻ അമ്മ നുറുക്കണുണ്ട്. അപ്പോഴത്തേന് അരി അടുപ്പത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി എന്തായാലും ഇനി 2 വെണ്ടയ്ക്കയും ഒരു സവോളയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്തായാലും ചെറിയൊരു കറി എന്തെങ്കിലും ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചിട്ടേ ഗ്യാസിൽ വെച്ചുണ്ടാക്കുകയാണ് കേട്ടോ. ഗ്യാസിൽ അത് ആദ്യം ഒന്ന് വെള്ളമൊക്കെ ഒന്ന് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ആദ്യം വെളിച്ചെണ്ണയൊന്നും ഒഴിക്കാതെ വഴറ്റി എടുക്കുകയാണ് കേട്ടോ. ഇനി വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല വഴണ്ടി വരുന്ന വരെ അങ്ങനെ വഴറ്റിയെടുക്കുക. തേങ്ങയൊക്കെ അമ്മ പിന്നെ ചിരവി തന്നു കേട്ടോ. ശകലം ജീരകം ഇട്ടിട്ട് അതെന്തായാലും അരച്ചെടുത്തു. അങ്ങനെ തക്കാളിയൊക്കെ കീറിയിട്ടു. പുളിയൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. പിന്നെ അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക കറി എന്തായാലും ആയിട്ടോ. അങ്ങനെ മഴയൊക്കെ ഒരു തുള്ളി മുറിഞ്ഞ് അപ്പോഴത്തിന് വീണ്ടും പെയ്യാണ് കേട്ടോ. അങ്ങനെ ചെറുതായിട്ട് ചാർന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ കറി ആയപ്പോഴേ എന്നാ കറിവേപ്പില പറിച്ചിട്ട് വരാലോ എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാ. അതും അങ്ങോട്ട് ഇറങ്ങിയില്ല, അപ്പോഴത്തിനും പെയ്തു മഴ കേട്ടോ. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം അങ്ങോട്ട് പോകുന്നു. ഇനിയിപ്പോ അവിടെ പറിച്ചോണ്ട് നിന്നാലേ അതും ഒരു രസം ഉണ്ടായിട്ടോ. ഞാൻ എന്താ കറിവേപ്പില പറിക്കാൻ വേണ്ടിയിട്ട് പോയതും കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പേരിക്ക് നോക്കുമ്പോ ഉപ്പേരിക്കുള്ളതില്ല കേട്ടോ. ആകെ 2-3 ഇലയെ പറിച്ചിട്ട് വന്നുള്ളൂ. പിന്നെ ആദ്യം ഞാൻ അമ്മേനോട് പറഞ്ഞു കേട്ടോ. അങ്ങനെ അമ്മ ബീൻസൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. ബീൻസൊക്കെ നന്നാക്കിയപ്പോ ഞാൻ ഉള്ളിയും അതേപോലെ തന്നെ പച്ചമുളകും പിന്നെ 2 വെളുത്തുള്ളിയുടെ അല്ലിയും കൂടി ചേർത്തിട്ട് ഉപ്പേരിക്ക് എന്തായാലും അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ അതൊക്കെ ഒന്ന് താളിച്ചിട്ട് അമ്മ പിന്നെ രണ്ടാമത് പോയി എടുത്തുകൊണ്ടിട്ട് അമ്മ എന്നാ പറഞ്ഞിട്ട് ഇടുകയാണ് കേട്ടോ. അപ്പൊ എന്തായാലും അവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഓരോ തുമ്പലും ഓരോ വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. പുറത്ത് നല്ല മഴ തന്നെയാണ് കേട്ടോ. മഴയ്ക്കൊരു കുറവുമില്ല. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ ആയിട്ടേ നമ്മൾ പാത്രം കഴുകുമ്പോഴേ സിങ്ക് എന്താണെന്നറിയില്ല കേട്ടോ. സിങ്ക് അധികം താഴ്ചയില്ലാണ്ട് കുണ്ടില്ലാതെ എന്താണെന്നറിയില്ല. നമ്മൾ പാത്രം കഴുകുമ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ തെറിച്ചിട്ട് നമ്മളിങ്ങനെ നിൽക്കുന്ന അവിടത്തേക്ക് ഇങ്ങനെ ആയിട്ട് ഡ്രസ്സെല്ലാം അങ്ങനെ വെള്ളം ആവുക കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അതൊന്ന് പിഴിഞ്ഞ് കളയട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടേ. ശകലം ആയിട്ടുള്ളൂ, നല്ലൊന്നും ആയിട്ടില്ല. ഞാൻ ചിലപ്പോൾ വിട്ടു നിന്നിട്ടൊക്കെ കേട്ടോ അങ്ങനെ ചെയ്യാറൊക്കെ. അങ്ങനെ എന്തായാലും ഉപ്പേരിയൊക്കെ എന്തായാലും വാട്ടാൻ വെച്ചിട്ട് നമ്മൾ ഇതൊക്കെ ഉപ്പൊക്കെ ഇട്ട് എല്ലാം ശരിയാക്കി വെക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടേ ഞാൻ അങ്ങനെ ഉള്ളിയും മുളകൊക്കെ മൂപ്പിച്ചു. ഇനി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കറിവേപ്പില കഴുകാണ് കേട്ടോ. അങ്ങനെ ഇതും കൂടി ഒന്ന് വാട്ടിയെടുത്തിട്ട് നമ്മുടെ ബീൻസ് കഴുകി അടുപ്പത്തിടണം. ഉപ്പും കൂടി ഇട്ടിട്ട് അങ്ങനെ അടച്ച് വേവിക്കണം കേട്ടോ. ഇന്നലെ തന്നെ ഞാൻ ക്യാരറ്റും ബീൻസും കൂടി വെച്ചിട്ട് വെള്ളം അധികമായിട്ടേ. അപ്പോൾ വെള്ളം അധികമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ പച്ചപ്പ്, അതായത് നമ്മൾ പച്ചക്കറിയുടെയൊക്കെ ആ ഒരു പച്ചപ്പാണ് മാറിപ്പോവും കേട്ടോ. ഒരു ലൈറ്റ് മഞ്ഞ കളറൊക്കെ ആവും ഒരുപാട് വേവായാലൊക്കെ. അപ്പം അങ്ങനെ എന്തായാലും നല്ല വെള്ളമൊക്കെ നല്ല വാർത്തിട്ട് വേണം ഇനിയിപ്പോൾ എന്തായാലും ബീൻസൊക്കെ ഇടാൻ കേട്ടോ. വെള്ളം അധികമായിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ വെന്താൽ ഒരു രുചി ഉണ്ടാവില്ല. അപ്പം നല്ല വെള്ളത്തിൽ വെന്താൽ അപ്പോൾ ശകലം എണ്ണ ഉണ്ടെങ്കിൽ ആവിയിൽ വേവിച്ചാൽ ഇങ്ങനെ ആവി ഒള്ളിച്ച് ഇങ്ങനെ വേവിച്ചെടുത്താൽ നല്ല രുചിയാണ് കേട്ടോ. അങ്ങനെ കൂട്ടാനും നല്ല ടേസ്റ്റാണ്. നമ്മൾ ആദ്യമൊക്കെ ഇപ്പോൾ നമ്മൾ ഈ പച്ചവെള്ളത്തിൽ തന്നെ വേവിച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചൊക്കെ അല്ലായിരുന്നു പണ്ടത്തെ നമ്മുടെ ഓരോരോ വെപ്പും തീനൊക്കെ. അപ്പം അങ്ങനെ എന്തായാലും ഞാൻ ബീൻസൊക്കെ കഴുകി അടുപ്പത്തിട്ടു. ഉപ്പ് ഇടുകയാണ് പാകത്തിന്. ഇനിയിപ്പോൾ അതെന്തായാലും അടുപ്പത്ത് വെച്ചിട്ട് വേണം. ബാക്കി കുറച്ച് ഉണക്കല മീൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം കേട്ടോ. ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടോ, ഇനി ഈശ്വരാനി നമ്മുടെ ജീവിതം ഈ അടുക്കളയിൽ തന്നെ ഒതുങ്ങുമെന്നൊക്കെ കേട്ടോ. എന്തെങ്കിലുമൊക്കെ ജോലിക്കൊക്കെ പുറത്തൊക്കെ പോകാൻ വേണ്ടിയിട്ടേ അങ്ങനെയൊക്കെ ആഗ്രഹിക്കാറുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് എന്തായാലും മറ്റൊരാളെ നമുക്ക് എന്തായാലും ആശ്രയിക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ. അപ്പം ബീൻസ് ഉപ്പേരിയായി, ഉണക്കല മീനായി, പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക കറിയായി, പിന്നെ തലേ ദിവസത്തെ കുറച്ച് മീൻ പൊരിച്ചതുണ്ടായിരുന്നു കേട്ടോ നമ്മൾ. അപ്പോൾ അതും ഉണ്ട് കേട്ടോ. കേദറ മീനായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വറുത്തതിൻ്റെ ശകലം ഇരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒട്ടിയിട്ട് കുഞ്ഞാറ്റയ്ക്ക് ചോറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനും കഴിച്ചു, അമ്മയും കഴിച്ചു. അങ്ങനെ കുറച്ചു നേരം അങ്ങനെ റെസ്റ്റൊക്കെ എടുത്ത് മോൾ ഉറങ്ങുകയൊക്കെ ചെയ്തു കേട്ടോ. അവളെ ഒന്ന് ആട്ടി ഉറക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ വന്നപ്പോഴും നല്ല മഴയാണ് കേട്ടോ. അപ്പം ഇനി എന്തായാലും പാലുണ്ട്, പാലൊക്കെ ഒന്ന് കാച്ചിയിട്ട് ചായ വെക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ. പിന്നെ അമ്മ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അമ്മ മഴയല്ലേ, പുറത്തേക്ക് ഒരു പണിക്ക് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട്
അമ്മ അതാ അവിടെ കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഇനി ഞാൻ ചായ വെക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പാല് കാച്ചാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് കേട്ടോ. പാലെന്തായാലും ഗ്യാസിൽ തന്നെ വെക്കട്ടെ. കറണ്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിലേ ചിലപ്പോൾ നമ്മൾ അത് ഇളക്കിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും, അല്ലെങ്കിൽ എന്താ പറയുക അടി പിടിക്കും കേട്ടോ. അമ്മ അതും പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ എണീച്ചിട്ട് ഇതാ പട്ടയും പാളയ്ക്ക് എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ പറഞ്ഞിട്ട് ചെറിയൊരു വെക്കാനും കിട്ടിയപ്പോൾ പോയതാട്ടോ. വെക്കാനും നല്ല മഴ തുള്ളി മുറിഞ്ഞപ്പോൾ ഒന്ന് പോയതാണ് കേട്ടോ. അപ്പോഴത്തേനും അമ്മ അതാ മഴയും കൊണ്ടാണ് വന്നിക്കണം, പെരും മഴ. ആ മഴ അങ്ങനെ അമ്മ കൊണ്ടുവിട്ടോ. എന്നിട്ട് ഞാൻ അമ്മേനെ ചീത്ത പറയുകയും ചെയ്തു കേട്ടോ. ഈ മഴയൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ നടന്നിട്ട് പെട്ടെന്ന് ഇനി അസുഖം പിടിക്കട്ടെ, എന്തിനീ അസുഖം പിടിപ്പിക്കണ്, മിണ്ടാത്ത ഒരു ഭാഗത്ത് ഇരുന്നാൽ പോരെ, മഴയെ നിങ്ങൾക്ക് അറിയില്ലേ എന്നൊക്കെ പറഞ്ഞു. മഴക്കാലാന്ന് അറിയില്ലേ, അപ്പം നമ്മൾ എന്തിനേലും പുറത്തേക്ക് പോവുകയാണെങ്കിൽ പെട്ടെന്ന് മഴ പെയ്യും, അപ്പം അത് വിചാരിച്ചിട്ട് എന്തിനാ മഴ കൊള്ളണമെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മേനോട് അമ്മയും ഞാനും ഒരു അംഗം വെട്ടൽ കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞിട്ട് അമ്മ ഇനി ആ സിറ്റോട്ട് പോയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി എന്തായാലും ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങൾ കഴുകി വെക്കാണ്ടായിരുന്നു, നമ്മൾ കഴിച്ച പാത്രങ്ങൾ ഉച്ചയ്ക്ക്. അപ്പം ഇനി അതും കൂടി ഒന്ന് കഴുകി വെക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴുകി എടുക്കണം. അപ്പോഴത്തേന് പാലും തിളച്ച് വരുമല്ലോ, ഇനി ചായ വെക്കണം. പിന്നെ 2 ദിവസമായിട്ടോ മേമ കൊണ്ടുവന്ന് തന്നിട്ട്, മേമ പണിക്ക് പോയിടത്തുനിന്ന് കൊണ്ടുവന്നതാണ് വലിയൊരു നാരങ്ങ, ബബ്ലൂസ് നാരങ്ങ പോലത്തെ നമ്മുടെ കറി നാരങ്ങയല്ല, നമുക്ക് അച്ചാർ നാരങ്ങ തന്നെ കേട്ടോ. അപ്പോൾ അത് അച്ചാറിട്ടിട്ടൊന്നുമില്ല, അത് നുറുക്കാൻ പറഞ്ഞതാട്ടോ. അപ്പോൾ അതിങ്ങനെ നല്ല പച്ച കളറാകുമ്പോൾ കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ പഴുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും തൊലിയോട് കൂടി തന്നെ അച്ചാർ ഇടാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് തൊലി ചെത്തണ്ടെന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരി, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും അത് വെട്ടിത്തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ എന്തായാലും ചായ ആയിട്ടേ ചായയും കൂടി ഒന്ന് ആറ്റി വെക്കട്ടെ കേട്ടോ. ഇനി എപ്പോഴാണ് കുട്ടി എണീക്കുകയെന്ന് അറിയില്ല. കുഞ്ഞാറ്റ അതിൻ്റെ ഇടയിലൊന്ന് ഉറങ്ങി, കുഞ്ഞാറ്റേനെ ഇനി കുറേ നേരം ഒന്നും ഉറങ്ങില്ല, ഇപ്പോൾ പകലുറക്കം കുറവാണ് കേട്ടോ. അപ്പം അങ്ങനെ എന്തായാലും ഞാൻ എന്തെങ്കിലും ഒരു വരുമാനം ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഒരു ജോലിക്ക് നമുക്ക് പെട്ടെന്ന് എന്തായാലും പോകാനൊന്നും പറ്റില്ല. നമ്മൾ ഈ അടുക്കളയിൽ തന്നെ ഒതുങ്ങി കൂടുന്നതിലും ഒരു അർത്ഥമല്ലല്ലോ. എന്താണെന്ന് വെച്ചാൽ നമ്മളെന്തിനും മറ്റൊരാളെ ആശ്രയിക്കേണ്ട ഒരവസ്ഥ. നമ്മൾ ഈ ചെറുപ്പം മുതൽ ജോലിക്കൊക്കെ പോയി നമ്മൾ 10 രൂപ നമ്മുടെ കയ്യിലൊക്കെ കിട്ടി നമ്മൾ ചെലവഴിച്ച് നമുക്ക് അങ്ങനെ ശീലമായിട്ട് പിന്നെ നമുക്കൊരു വരുമാനം ഇല്ലാണ്ടൊക്കെ വീട്ടിലിരിക്കുമ്പോൾ അതങ്ങനെ പോയി ശീലിച്ചവർക്ക് അറിയാം കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു വരുമാനം ഇല്ല, അല്ലെങ്കിൽ നമുക്കൊരു 10 രൂപ നമ്മുടെ ആവശ്യങ്ങൾക്ക് എടുക്കാൻ നമ്മൾ ഒരാളോട് ചോദിച്ചിട്ടൊക്കെ വേണമെന്നൊക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിനും മാനസികമായിട്ട് ഒരു ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ ഒരു ജോലിക്ക് പോകണം, ഇതല്ലാതെ എന്തെങ്കിലുമൊക്കെ നോക്കണം എന്നൊക്കെ കേട്ടോ. അപ്പോൾ പുറത്ത് നല്ല മഴ തന്നെയാണ് കേട്ടോ. അമ്മ അങ്ങനെ ആ മഴയും കൊണ്ട് വന്നിട്ട് അങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. അമ്മ അവിടെ മഴയും കണ്ടിരിക്കുന്നുണ്ട്. ഈ മഴയാണ് അമ്മ കൊണ്ടുവന്നത് കേട്ടോ. മഴയും കൊണ്ട് വന്നിട്ട് അതാ അമ്മ അവിടെ ഇരിക്കുകയാണ് എന്നിട്ട് മഴേനെ നോക്കിയിട്ട്. നല്ല മഴ കേട്ടോ, ഒടുക്കത്തെ മഴ കാരണം ഒരു രക്ഷയില്ല. മഴ ഒരു തുള്ളി മുറിഞ്ഞ് 10 മിനിറ്റ് 5 മിനിറ്റ് ഒന്നും ആവണ്ട, അപ്പോഴത്തേന് വീണ്ടും മഴ പെയ്യന്നെ. അപ്പം അങ്ങനെ അമ്മ അതും കഴിഞ്ഞ് വന്നിട്ട് ഇതാ ഈ നാരങ്ങ നുറുക്കിത്തരാമെന്നും പറഞ്ഞിട്ട് നാരങ്ങ കഴുകുകയാണ് കേട്ടോ. അപ്പോൾ നാരങ്ങ കഴുകുമ്പോൾ ഞാൻ ചോദിച്ചത് എന്ത് നാരങ്ങ, ശരിക്കും ഇത് ബബ്ലൂസ് നാരങ്ങയുടെ പോലെ ഉണ്ടല്ലോ, ഇത് അച്ചാർ നാരങ്ങ തന്നെ ആണോ എന്നൊക്കെ ഞാനിങ്ങനെ ചോദിച്ചു കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു അല്ല, അത് വലിയ സൈസാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെ കുഞ്ഞാറ്റ് നല്ല ഉറക്കം തന്നെയാണ് കേട്ടോ. ഇത് അമ്മയുടെ എക്സ്പ്രഷൻ കണ്ടെങ്കിൽ നല്ല പുളിയാണ് എന്ന് വായിക്ക് വെക്കാൻ പറ്റില്ല എന്നാണ് അറിയണത്. സുറുക്കൊന്നും അധികം ഒഴിക്കേണ്ടെന്ന് അറിയണം എന്നോട്. അപ്പം എന്തായാലും ഞാൻ അത് നുറുക്കിത്തരാറുണ്ട്. എന്തായാലും മൺചട്ടി എടുത്തിക്കണം കേട്ടോ. മൺചട്ടി അല്ലെങ്കിൽ എന്താണെന്നറിയോ, അലുമിനിയ പാത്രമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അലുമിനിയ പാത്രത്തിൻ്റെ ഷേപ്പും രൂപമൊക്കെ ഇങ്ങോട്ട് മാറി കിട്ടും. എന്താണെന്ന് വെച്ചാൽ കറ പിടിച്ചിട്ടേ പുളി പിടിച്ചിട്ടേ കറുത്ത പാടും കൂടി വരും. നല്ല മഴ കണ്ടോ. അമ്മ അതാ നാരങ്ങ അരിയണു, ഇവിടെ അതാ മഴ പെയ്തുകൊണ്ടേ ഇരിക്കണു. തോട്ടിൽ രാവിലെ നല്ല വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് കമ്മിയായിക്കാം. ഇനി മലയ്ക്ക് നല്ല മഴയാണെങ്കിൽ ആ മഴ ഇങ്ങോട്ട് ഒഴിയുമ്പോഴത്തേനും വെള്ളം ഇങ്ങോട്ട് ഇറങ്ങിപ്പോരും. അപ്പം അങ്ങനെ അതും പറഞ്ഞ് ഞങ്ങൾ ഓരോ കൂട്ടം കൂടിയിട്ട് ഇതാ ഞങ്ങൾ ഇനിയിപ്പോൾ എന്തായാലും ചായ വെക്കാലെന്നൊക്കെ പറഞ്ഞ് പാലൊക്കെ തിളപ്പിച്ച് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ ഇടയിൽ കുഞ്ഞാറ്റ എണീച്ചു. ഇനിയിപ്പോൾ അമ്മ രാവിലെ പോയപ്പോൾ കടയിൽ പോയപ്പോൾ അമ്മ കുറച്ച് പത്തിരിപ്പൊടിയൊക്കെ കൊണ്ടുവന്ന കേട്ടോ. എന്തെങ്കിലും വല്ല നൂലിപ്പുട്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ വല്ല അടേ, അല്ലെങ്കിൽ നമ്മുടെ ഉണ്ടേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ടേ അരിയൊക്കെ ഈ തേങ്ങയും അതേപോലെ ഇതൊക്കെ നിറച്ചിട്ടുള്ള അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പിന്നെ അങ്ങനെ ഉണ്ടാക്കാലോ എന്നൊക്കെ വിചാരിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴത്തേനാണ് അമ്മ രാവിലെ വരുമ്പോഴത്തേനെ അമ്മ അന്നത് അച്ചമ്പാറയ്ക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി മാവേലിക്ക്. അപ്പോൾ കൊണ്ടുവന്നതാട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നപ്പോൾ അമ്മ ബേക്കറി കയറിയിട്ട് ചിക്കൻ റോള് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂട്ടിയിട്ട് ഇന്ന് ചായ കുടിക്കാനൊക്കെ വിചാരിച്ചിട്ട് അപ്പം എന്തായാലും ഇന്നിപ്പോൾ എന്തായാലും പൊടി എന്തായാലും എടുത്തിട്ടില്ല. പിന്നെ നാളെ എങ്ങാനും ഉണ്ടാക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചായ ഞാൻ എന്തായാലും കറണ്ട് അടുപ്പിലാണ് വയ്ക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ പുതിയ കൂട്ടുകാരൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് നമ്മുടെ ഫാമിലിയിലേക്ക്, യൂട്യൂബ് ഫാമിലിയിലേക്ക്. അപ്പോൾ ഒരുപാട് സന്തോഷം, നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ മെസ്സേജും കാര്യങ്ങളൊക്കെ കാണുന്നതിൽ വളരെയധികം സന്തോഷം കേട്ടോ. അതേപോലെ നമ്മൾ ഇനിയും പുതിയ കൂട്ടുകാർ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്ത് സഹായിക്കാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ അതേപോലെ തന്നെ പുതിയ ഓപ്ഷനൊക്കെ വന്നിട്ടുണ്ട്, ഹൈപ്പ് പറയുന്നത് കേട്ടോ. എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്ത് വീഡിയോ കാണാനും കൂടി ശ്രദ്ധിക്കണം കേട്ടോ.
അപ്പം അങ്ങനെ എന്തായാലും ചായ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി കുഞ്ഞാറ്റ എണീച്ച അവിടെ ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സാധാ നമ്മുടെ ഡിഷ് ആയതുകൊണ്ടേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മുടെ ചാനൽ പോകും. TV ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആള് പറയും അയ്യോ പോയി പറഞ്ഞിട്ട് ബഹളം വെച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഴക്കാറ് മൂടുമ്പോഴേ ചാനൽ പോവുകയാണ്. അപ്പോൾ അവള് ബഹളം വയ്ക്കുകയാണ്. അപ്പം അങ്ങനെ അവളെ ഒരു ഭാഗത്ത് പാട്ടിലും ചൂട്ടിലൊക്കെ ആക്കി അവിടെ മെരുക്കി അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചായ ആയി. ഇനിയിപ്പോൾ ചിക്കൻ റോളൊക്കെ കഴിക്കാന്നൊക്കെ പറഞ്ഞാൽ അത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ അമ്മമ്മയുടെ മടിയിലിരുന്നതാ ഒരു തുള്ളി കുടിക്കുന്നുണ്ട് കേട്ടോ. ചായ അല്ല കേട്ടോ, ഇന്ന് ഹോർലിക്സ് കുറച്ച് ചൂടുവെള്ളത്തിൽ ഹോർലിക്സ് ഒക്കെ ഇട്ടിട്ട് കലക്കിയിട്ട് അങ്ങനെ കൊടുത്തു കേട്ടോ. അപ്പോൾ ചിക്കൻ റോൾ അവൾക്ക് മുഴുവൻ വേണമെന്നൊക്കെ പറഞ്ഞിട്ടേ ഞങ്ങൾ കഴിക്കുമ്പോൾ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് മുഴുവൻ മേടിച്ചിരിക്കുക. അപ്പോൾ അമ്മ പറഞ്ഞു ഒരു പൊട്ട് കഴിച്ചാൽ മതി, അവൾ കഴിക്കൊന്നുമില്ല ഫുള്ള്, എന്നാലും കുറച്ചേ കഴിക്കുള്ളൂ. അപ്പം എന്നാൽ എത്രയും ഫുള്ളൊന്നും കഴിക്കേണ്ട, വേസ്റ്റ് ആക്കണ്ടല്ലോ പറഞ്ഞിട്ട് അമ്മയ്ക്കുണ്ട് അവൾ കൊടുക്കണു. ഞങ്ങൾ കഴിക്കുന്നത് കാണുമ്പോൾ അവൾക്കൊരിത്. അപ്പം അങ്ങനെ എന്തായാലും അവൾ എന്തായാലും വിട്ടുകൊടുത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് അതിനൊരു പൊട്ട കഴിച്ചിരിക്കുന്നു കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ പറയുന്നത് കേട്ടോ. മഴയ്ക്കൊന്നും ഒരു തോർച്ചല്ല. അപ്പം എല്ലാവരും സേഫായിട്ട് ഇരിക്കുക കേട്ടോ. എല്ലാവരും അങ്ങനെ സേഫായിട്ട് ഇരിക്കണമെന്ന് കേൾക്കാൻ തന്നെ സന്തോഷം. എന്താണെന്ന് വെച്ചാൽ മഴ നല്ല തകർത്ത് പെയ്യണ മഴയാണ് കേട്ടോ. പുറത്തിറങ്ങാനോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണക്കാർക്ക് പുറത്ത് ജോലിക്ക് പോകാനോ ഒന്നും പറ്റില്ല കേട്ടോ. മഴ ഇല്ലാതെ ഇപ്പം രാശേട്ടനൊന്നും പണിക്കേ പോയിട്ടില്ല കേട്ടോ മഴ കാരണം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുല്ലുവട്ടാണെങ്കിൽ മലയും കുന്നൊക്കെ കയറിയിട്ട് കോടയും പോഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് കാണാൻ പറ്റുമോ. അപ്പം അങ്ങനെ മലയിലൊക്കെ പോണത് ഭയങ്കര റിസ്ക് തന്നെ. അപ്പം എന്തായാലും വണ്ടി എടുത്തിട്ടുണ്ട്, വണ്ടിയും കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതേപോലെ തന്നെ ഓളൊന്ന് ഓപ്ഷനൊക്കെ അമർത്താനും നമ്മളൊന്ന് സഹായിക്കാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. കുഞ്ഞ വീഡിയോസാണ്, പിന്നെ അതേപോലെ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാനും കൂടി ശ്രമിക്കുക കേട്ടോ. എന്നാലാണ് നമ്മുടെ വീഡിയോസൊക്കെ റെക്കമെൻഡേഷനിൽ പോവുകയൊക്കെ ചെയ്യല്ലോ, എല്ലാവരിലേക്കും എത്തുള്ളൂ കേട്ടോ. അതേപോലെ പുതിയ കൂട്ടുകാരെല്ലാവരും വരുന്നവർ മെസ്സേജ് അയക്കട്ടോ, വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ എല്ലാവരുടെയും സ്നേഹവും സന്തോഷവും അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുന്നതാണ് നമുക്ക് സന്തോഷം കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് കാണുന്ന വരേക്കും എല്ലാവരോടും ബായ്.